നമസ്കാരം. ദുരിതം വിതച്ച വയനാട്ടിൽ പ്രദേശവാസികളുടെയും രക്ഷാപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാലിയാറിൽ ദുഷ്കരമായ പ്രവർത്തനമാണ് നടക്കുന്നത്. ചാലിയാർ പുഴയിൽ അടിയുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തി പുറത്തെത്തിക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ 74 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇതുവരെ 7093 പേരെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മരണം 166 ഉയർന്നിരിക്കുകയാണ്. അതേസമയം എല്ലാവരും ഒറ്റക്കെട്ടായി ജീവനുകൾ രക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തുമ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനോടൊപ്പം പ്രവർത്തിക്കാൻ കോഴിക്കോട് രൂപതയും മറ്റു രൂപതകളും തയ്യാറാണെന്ന് ഫാദർ വർഗീസ് ചാലക്കൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരുമിച്ച് നിന്ന് പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാമെന്നും സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഭാവിയിൽ വേണ്ടത് ചെയ്യാമെന്നും വർഗീസ് ചാലക്കൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് ഇത് പകർന്നു നൽകുന്നത്. അതേസമയം 6 മൃതദേഹങ്ങളാണ് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. ചൂരൽമലയിൽ നിന്നാണ് 2 മൃതദേഹങ്ങൾ ലഭിച്ചത്. 5 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മണ്ണിനടിയിൽ താഴ്ന്നുപോയ വീടുകളുടെ കോൺക്രീറ്റ് മേൽക്കൂരകൾ പൊളിക്കാൻ ഗ്യാസ് കട്ടർ എത്തിച്ചിട്ടുണ്ട്. പ്രദേശത്തുള്ള സുദേവിന്റെ വീടിനടുത്ത് മറ്റൊരു വീട്ടിലും 5 പേർ ഉണ്ടെന്ന സംശയം നിലനിൽക്കെ അവിടെയും രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് 50 അംഗ മെഡിക്കൽ സംഘം മരുന്നുകളുമായി വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൽപ്പറ്റയിൽ താൽക്കാലിക ആശുപത്രി ആരംഭിക്കും. നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരടക്കമുള്ള സംഘമാണ് മന്ത്രി OR കേളുവിന്റെ നിർദ്ദേശാനുസരണം എത്തുന്നത്.